പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തുടക്കം തന്നെ കടക്കുന്നത്. ഇടുക്കി കട്ടപ്പനയിൽ സഹകരണ സൊസൈറ്റിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകനെ അധിക്ഷേപിച്ച് എം.എം. മണി. സാബു തോമസിന് മാനസിക പ്രശ്നമുണ്ടായിരുന്നു, ചികിത്സ ചെയ്തിരുന്നോ എന്ന് പരിശോധിക്കണം. പാപഭാരം CPM-ന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കേണ്ട എന്നും പറയുന്നു. സാബുവിന്റെ മരണത്തിൽ VR സജിക്കോ CPM-നോ പങ്കില്ല എന്നും കട്ടപ്പനയിലെ വിശദീകരണ യോഗത്തിൽ എം.എം. മണി പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ, വല്ല ചികിത്സയും ചെയ്തിരുന്നോ, അതിന് ഡോക്ടറെ സമീപിച്ചിരുന്നോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ പാവമാരെല്ലാം ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ച് ഞങ്ങളുടെ ബന്ധത്ത് കയറാൻ വന്നാൽ അതൊന്നും ഞങ്ങളുടെ അടുത്ത് ചിലവാകില്ല, ഞങ്ങൾ അതിൽ നിന്നും വഴങ്ങില്ല എന്ന കാര്യം അസന്നിഗ്ധമായി പറയാൻ ഞങ്ങളെ ഈ പാവമാരെ ഞങ്ങളുടെ നിലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് ഏത് മാന്യനാണേലും ഏത് പുല്ലനാണേലും അതൊന്നും ഞങ്ങൾക്ക് ബാധകമാകില്ലെന്ന കാര്യം ഞാൻ വ്യക്തമാക്കാൻ ദിവസം വിനിയോഗിക്കുക. ഇതൊന്നും പറഞ്ഞ് ഞങ്ങളെ വരട്ടാൻ ആരും വരണ്ട. ഞങ്ങൾ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് സഹാനുഭൂതിയുള്ളൂ, അദ്ദേഹത്തെ ഡിപ്പോസിറ്റുണ്ട്. ഞങ്ങൾക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി. എന്താണെന്നറിയോ, ഇതിൻ്റെ സാമ്പത്തിക ശരി അറിയാതെ ഞങ്ങൾ ഏറ്റുപോയി എന്നൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നോർത്ത് ഇപ്പം ഞങ്ങൾ വിട്ടേച്ച് പോകുന്ന ആരും അവിടെ കാണണ്ട. എങ്ങനെ ഇതിൻ്റെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നും എല്ലാ ശ്രമവും ഞങ്ങൾ നടത്തും. അത് ഞങ്ങൾ ബാധ്യതയുണ്ട്, അത് അംഗങ്ങളുണ്ട്, ഞങ്ങൾക്ക് ചുമതലയുണ്ട്. അവിടെ വോട്ട് ചെയ്താണ് ഞങ്ങളുടെ ബോർഡിനെ കൊണ്ടുവന്നത്. LDF-ൻ്റെ അല്ല ബോർഡ്. അതെ, അതുകൊണ്ട് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള എല്ലാ മാർഗവും ഞങ്ങൾ സ്വീകരിക്കുമെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ആ മനുഷ്യൻ മരിച്ചതിൽ, ആ സഹോദരൻ മരിച്ചതിൽ ഞങ്ങൾക്ക് ഖേദവും ദുഃഖവും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞങ്ങൾക്കോ ഞങ്ങളുടെ ബോർഡിലോ ആ ബോർഡിൻ്റെ പ്രസിഡന്റ് VR സജിക്കോ ഒരു പങ്കുമില്ല. അതിനിതൊക്കെ ഒരു പ്രവൃത്തിയും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന കാര്യം ഈ നാട്ടിലെ ജനങ്ങളെ ശ്രദ്ധപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രിൻസ് ജെയിംസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രിൻസിലേക്ക് എത്താം. ഇടുക്കി കട്ടപ്പനയിൽ സഹകരണ സൊസൈറ്റിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകനെ അധിക്ഷേപിച്ചുകൊണ്ട് എം.എം. മണി പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. സാബു തോമസിന് മാനസിക പ്രശ്നമുണ്ടായിരുന്നു, ചികിത്സ ചെയ്തിരുന്നു എന്ന് പരിശോധിക്കണമെന്നാണ് പറയുന്നത്. പാപഭാരം CPM-ന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട എന്ന് പറയുന്നു. സാബുവിന്റെ മരണത്തിൽ VR സജിക്കോ CPM-നോ പങ്കില്ല എന്നും കട്ടപ്പനയിൽ വിശദീകരണ യോഗത്തിലാണ് എം.എം. മണി പറഞ്ഞത്. ഇതിനു മുൻപും പലവുറി കേരളം കേട്ടതാണ്. ഇത്തരത്തിൽ നാക്കിനെല്ലില്ലാത്ത തരത്തിലുള്ള പ്രതികരണം പ്രധാനമായും എം.എം. മണിയുടേത്. പ്രിൻസ് ജെയിംസ് ചേരുന്നു വിവരങ്ങളുമായി. പ്രിൻസ്, പറഞ്ഞതുപോലെ തന്നെ ഒരു ആയുഷ്കാലം മുഴുവൻ ജീവിച്ച പണം സഹകരണ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുന്നു. അത് തന്റെ ഭാര്യയ്ക്ക് ആശുപത്രി ആവശ്യത്തിനായി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ബാങ്കിൽ കയറിയിറങ്ങുന്നു. അവിടെ നിന്ന് അപമാനിതനാകുന്നു. അവസാനം ആ ബാങ്കിന് മുൻപിൽ തന്നെ ജീവൻ കൊടുക്കുന്നു. ഇതാണ് സാബുവിന്റെ നമ്മളെയൊക്കെ വേദനിപ്പിച്ച കഥ. ആ സാഹചര്യത്തിലാണിപ്പോൾ പ്രധാനമായും ന്യായീകരിച്ചുകൊണ്ട് എം.എം. മണി തന്നെ രംഗത്ത് വരുന്നത്. VR സജിക്ക് അടക്കം ആർക്കും ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനപ്പുറത്തേക്ക് ആത്മഹത്യ ചെയ്ത സാധാരണക്കാരായ മനുഷ്യനെ അപമാനിക്കുന്നതും എന്ത് പറയണം ഇതിനൊക്കെ? തീർച്ചയായും അത്യന്തം ഖേദകരമായ ഒരു പരാമർശമാണ് എം.എം. മണി കട്ടപ്പനയിൽ നടത്തിയത്. പ്രത്യേകിച്ചും VR സജിയെയും ഒപ്പം CPM പ്രവർത്തകരെയും ബാങ്കിനെയും അനുകൂലിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തികളെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമായിരുന്നു. മരണപ്പെട്ട സാബുവിന്റെ മരണം ഒരു കാരണവശാലും CPM പ്രവർത്തകരുടെയോ VR സജിയുടെയോ ഇടപെടൽ മൂലമല്ല എന്ന് ആവർത്തിച്ച് എം.എം. മണി വ്യക്തമാക്കുന്നു. ഒപ്പം ഈ മരണപ്പെട്ട ആൾക്ക് മാനസിക പ്രശ്നങ്ങൾ വല്ലതുമുണ്ടോ, അദ്ദേഹം ആ കാര്യങ്ങളിൽ ആശുപത്രി പോയിട്ടുണ്ടോ, ഡോക്ടറുടെ സേവനം തേടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെന്നൊക്കെ എം.എം. മണി ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം വീണ്ടും ആവർത്തിക്കുന്നു തങ്ങൾ കുടുംബത്തിനോടൊപ്പമാണെന്ന് വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വളരെ ഖേദകരമായ ഒരു പരാമർശമാണ് എം.എം. മണി നടത്തിയത്. പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ നയവിശദീകരണ യോഗം നടത്തിയപ്പോൾ വളരെ വേദനാജനകമായ ഒരു പരാമർശം ഉണ്ടാകുന്നു. മരണപ്പെട്ട ആളുകളെ കൂടുതൽ വേദനിപ്പിക്കുന്ന, അവർ കുടുംബത്തെ കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു പരാമർശം മണിയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ഒരു അന്വേഷണം പോലും നടക്കുന്നില്ല എന്നതാണ് വസ്തുത. VR സജിക്കും ഒപ്പം ബാങ്ക് ജീവനക്കാർക്കും ഇതിന് കൃത്യമായൊരു അന്വേഷണം നടത്തുകയോ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കൃത്യമായ ഒരു നീക്കം ഉണ്ടാവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. പോലീസും ഈ പാർട്ടിയുടെ CPM പാർട്ടിയുടെ അനുഭാവികളുമായി ഒപ്പം ചേർന്നുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്നുള്ള ആരോപണങ്ങൾ BJP-യുടെയും കോൺഗ്രസിനെയൊപ്പം വ്യാപാര വ്യവസായ സമിതിയുടെയൊക്കെ ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട്. എന്നാലും ഈ വിഷയം മരണമുണ്ടായ ശേഷം ഇത്ര ദിവസങ്ങൾ പിന്നിട്ടും കൃത്യമായ ഒരു അന്വേഷണം പോലും ഉണ്ടാകാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് എം.എം. മണി വിവാദമായ
ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. മരണപ്പെട്ട ആളെ വളരെ മോശമായ രീതിയിൽ അവർ കുടുംബത്തെയൊക്കെ വേദനാജനകമായ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഭവ്യ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും മരണപ്പെട്ട ഒരാൾക്ക് മാനസിക പ്രശ്നമുണ്ടായിരുന്നോ, ചികിത്സ ചെയ്തിരുന്നോ എന്ന് പരിശോധിക്കണമെന്ന് പറയുന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ആ മരിച്ച ആളെ അങ്ങേയറ്റം അപമാനിക്കുന്നതിന് തുല്യം കൂടിയാണ് ഇത്തരത്തിലുള്ള പരാമർശം എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് എം എം മണി നടത്തിയത്. അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനമായി CPM-നോ അല്ലെങ്കിൽ ഈ ബാങ്കിനോ VR സജിക്കോ ഇതിൽ പങ്കില്ല എന്ന് കൃത്യമായി പറയുമ്പോൾ CPM-നെയും VR സജിയും അടക്കം വെള്ളപൂശാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എം എം മണി എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ആർക്കാണ് ഇതിൽ ഉത്തരവാദിത്തം എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു പ്രിൻസ്. തീർച്ചയായും ഭവ്യ, പാർട്ടിയുടെ നയവിശദീകരണ യോഗത്തിൽ VR സജിയെയും പാർട്ടിയെയും ഒക്കെ വെള്ളപൂശുന്ന തരത്തിലുള്ള പരാമർശം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമെങ്കിൽ പോലും മരണപ്പെട്ട ഒരാളെ വളരെ മോശകരമായി ചിത്രീകരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുക, ഡോക്ടറെ കാണാൻ പോയിരുന്നോ എന്നതിനെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുക, അതൊക്കെ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഒരാൾ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പണം മുഴുവൻ കൊണ്ടുപോയിട്ട് സഹകരണ ബാങ്കിൽ നിന്നും അത് തിരികെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും അയാളുടെ കുടുംബത്തിനൊരു ആവശ്യം, അടിയന്തര ആവശ്യത്തിനായി ഈ പണത്തേക്ക് ആവശ്യപ്പെടുന്ന സാഹചര്യം, ഭാര്യയുടെ ആശുപത്രി ആവശ്യങ്ങൾക്കായി പണം ആവശ്യപ്പെടുമ്പോൾ പോലും ലഭിക്കാതെ വരുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട്. ഒപ്പം ഈ ഒരു വേദനാജനകമായ സാഹചര്യം, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം മേഖലയിലെ പ്രധാന പാർട്ടി പ്രവർത്തകരോട്, നേതാവിനോട്, അല്ലെങ്കിൽ ബാങ്കിന്റെ മുൻ പ്രസിഡന്റിനോട് അടക്കം ആയ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ ദുഃഖകരമായ, കൂടുതൽ വേദനാജനകമായ ഒരു പരാമർശം ഉണ്ടാകുകയും ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ജീവനെടുക്കാൻ തീരുമാനിച്ചിരുന്നതെല്ലാം വ്യക്തമാണ്. എന്നാൽ ആ ഒരു വിഷയത്തിൽ വിശദീകരണ യോഗം ചേരുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ചിന്തിക്കാം, പാർട്ടിയെയും ഒപ്പം പ്രവർത്തകരെയും ഒക്കെ ന്യായീകരിക്കുന്നുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ നടപടികളൊക്കെ ഈ പരാമർശങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കരുതാമെങ്കിൽ പോലും ഇത്തരത്തിൽ ആ മരണപ്പെട്ട ഒരാളെ ഇത്തരത്തിൽ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നോ എന്ന് പരിശോധിക്കണമെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വളരെ വേദനാജനകമാണ്. അത്തരത്തിലുള്ള പരാമർശങ്ങൾ മെമ്മണിയെ പോലെ മുതിർന്ന ഒരു പാർട്ടി നേതാവ്, സംസ്ഥാനത്തിന്റെ മുതിർന്ന നേതാവ് ഒഴിവാക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ചും ഈ കുടുംബം വളരെ വേദനാജനകമായ ഒരു സാഹചര്യത്തിലുള്ള കടന്നു പോകുന്ന അവസ്ഥയിലെങ്കിലും അതെങ്കിലും കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താതിരിക്കേണ്ടത് മെമ്മണിയെ പോലെ മുതിർന്ന നേതാവ് സ്വീകരിക്കേണ്ടതായിരുന്നു. അതാണ്, ഇതാദ്യമല്ല ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം, ഈ തരത്തിലുള്ള മോശം പ്രതികരണങ്ങൾ എം എം മണിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അദ്ദേഹത്തിന് എന്തും പറയാമെന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമ്പോൾ നിയന്ത്രിക്കേണ്ടത് പാർട്ടി തന്നെയാണ്. ഇപ്പോഴിതാ ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ മരണത്തിന് ശേഷം പോലും അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് എം എം മണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടുള്ളതല്ല. അപമാനിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ശ്രീ എം എം മണി എന്ന് കൂടി ചോദിക്കുകയാണ്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. കണ്ണു തുറക്കുകയും കൈകാലുകൾ അനക്കിയെന്നും ഉമാ തോമസിനെ കണ്ട ശേഷം മകൻ പ്രതികരിച്ചു. രാവിലെ 10 മണിക്ക് ചേരുന്ന മെഡിക്കൽ ബോർഡ് യോഗം സാഹചര്യം വിലയിരുത്തും. അതേസമയം കലൂർ സ്റ്റേഡിയത്തിൽ വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായതായാണ് പോലീസ്, ഫയർഫോഴ്സ്, പൊതുമരാമത്ത് വിഭാഗങ്ങളുടെ സംയുക്ത പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നത്. സ്റ്റേജ് നിർമ്മിച്ചത് അപകടകരമായെന്നും അധികമായി നിർമ്മിച്ച ഭാഗത്തിന് വേണ്ട ഉറപ്പ് ഉണ്ടായിരുന്നില്ല എന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. അതേസമയം ദുർബല വകുപ്പുകളിട്ട് പോലീസ് കേസെടുത്തെന്ന് ആരോപിച്ച UDF DGPക്ക് പരാതി നൽകി. ഈ വാർത്തയിലേക്ക് എത്താം. അതിനു മുൻപ് ഇപ്പോൾ K രാജൻ മാധ്യമങ്ങൾ കാണുന്നു. അതിലേക്ക് മൈക്ക് താത്തുപിടി 154 ദിവസത്തിന് ശേഷം മേപ്പാടിയിലെ ചൂരൽമല ദുരന്തത്തിന്റെ 154 ദിവസം പിന്നിട്ടതിന് ശേഷം കേരള ഗവൺമെന്റ് ദുരന്തമുണ്ടായി ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ ആവശ്യപ്പെട്ട, അഥവാ ദുരന്തമുണ്ടായി ആദ്യഘട്ടത്തിൽ ഓഗസ്റ്റ് 17-ന് കേരളം
കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ സമർപ്പിച്ച 3 ആവശ്യങ്ങളിൽ ഒന്ന് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഇന്ന് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര ഗവൺമെന്റിനോട് 3 ആവശ്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ചോദിച്ചിരുന്നു എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ആവർത്തിക്കേണ്ടതില്ല. അതിലൊന്നാണ് മേപ്പാടിയിലെ ദുരന്തത്തെ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നാച്ചർ എന്ന വിഭാഗത്തിൽപ്പെടുത്തണം. എന്തിനാണ് ഡിസാസ്റ്റർ ഓഫ് സീവിയർ നാച്ചർ എന്ന വിഭാഗത്തിൽപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടത് എന്ന് തുടർന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം 2005 പാർലമെന്റ് പാസാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ സെക്ഷൻ 13 പ്രകാരം നിലവിലുള്ള ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുതിയതായി കടങ്ങൾ ലഭ്യമാകാനും അവസരം കൊടുക്കുന്ന ഒരുപക്ഷെ പാർലമെന്റ് പാസാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു സെക്ഷനാണ് സെക്ഷൻ 13. ഒരുപക്ഷെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭ്യമാകാൻ കഴിയുന്ന ഒരവസരം. കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ കൈപ്പിടിയിലുള്ള ഒരു ബാങ്ക് എന്ന നിലയിൽ കേരള ബാങ്ക് ആ 3 വാർഡുകളിലായി ദുരന്തബാധിതർ എടുത്തിരുന്ന മുഴുവൻ കടങ്ങളും എഴുതി തള്ളി ഒരു മാതൃക കൂടി കാണിച്ചാണ് കേന്ദ്ര ഗവൺമെന്റിനോട് ഈ ആവശ്യം ഉന്നയിച്ചത്. അതിനെക്കുറിച്ച് ഒരഭിപ്രായവും ഇതിൽ പറഞ്ഞിട്ടില്ല. ദുരന്ത നിവാരണ ഘട്ടത്തിൽ 1202 കോടി രൂപയുടെ അടിയന്തരമായ നഷ്ടം കാണിച്ചുകൊണ്ട് അടിയന്തര സഹായമായി 219 കോടി രൂപ മാനദണ്ഡങ്ങൾക്ക് അതീതമായി അഡീഷണൽ അസിസ്റ്റൻസായി നമുക്ക് ലഭ്യമാകണമെന്ന ആവശ്യവും ഇതുവരെ ഒരക്ഷരവും മുണ്ടിയിട്ടില്ല. ഇതിൽ തന്നെ 154 ദിവസത്തിനിടയിൽ കേരളത്തിലെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ദീർഘമായിട്ടുള്ള ഒരു പ്രക്രിയയുണ്ട്. കേരളത്തിലെ ഗവൺമെന്റിനോടൊപ്പം സുമോമോട്ടോ ഇത് കേസെടുത്ത ഡിവിഷൻ ബെഞ്ചും ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. ഇതെല്ലാ സമ്മർദ്ദങ്ങളും നടത്തിയിട്ടും വളരെ ബോധപൂർവം ആ ഘട്ടങ്ങളിലൊന്നും ഗവൺമെന്റിന് വളരെ പെട്ടെന്ന് തീരുമാനിക്കാവുന്ന ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയേണ്ടത്. ഇനി ഇതോടൊപ്പം തന്നെ പലരും തെറ്റായി പറയുന്നത് പോലെ നമ്മുടെ ഉന്നതരായിട്ടുള്ള ചില ആളുകൾ പോലും തെറ്റിദ്ധരിച്ചതുപോലെ ആദ്യത്തെ നമ്മുടെ മെമ്മോറാണ്ടം നഷ്ടങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തത് നമുക്ക് ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ PDNA നവംബർ 13 നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി PDNA പ്രകാരം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ NDRFന്റെ ദുരന്ത നിവാരണ നിധിയുടെ ഒരു പുതിയ സ്കീമായിട്ടുള്ള റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോയിൽ നമ്മൾ കൊടുത്തതാണ് PDNA, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2221 കോടി രൂപയുടെ പുനർനിർമ്മാണ പ്രക്രിയയെക്കുറിച്ച് പറഞ്ഞതാണ്. അതും നവംബർ 13 കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പാകെ കേരളം സമർപ്പിച്ചു. എന്താണ് ഇതിനെല്ലാം ഇത്ര കാലതാമസം ഉണ്ടാകുന്നത് എന്നാണ് നമുക്കിതുവരെ മനസ്സിലാകാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. ദുരന്തമുണ്ടായി 1 മാസത്തിനുള്ളിൽ തന്നെ കേരളത്തിന്റെ ആവശ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളം സന്ദർശിച്ച ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അംഗീകരിച്ചു എന്നുള്ളതാണ്. IMCT ഓഗസ്റ്റ് 9-10 തീയതികളിൽ കേരളത്തിൽ പങ്കെടുത്ത് കേരളത്തിലെ അവരുടെ പരിശോധന പൂർണ്ണമായും പൂർത്തീകരിച്ചതാണ്. എന്തിനാണ് IMCT വരുന്നത്? എല്ലാ ദുരന്തത്തിനും IMCT വരില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വരുന്നത് ഈ ദുരന്തത്തിന്റെ പരിഗണന ഏത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അത് 154 ദിവസം കഴിഞ്ഞിട്ടാണോ കേരളത്തെ അറിയിക്കേണ്ടത്? അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തെയും അറിയിക്കേണ്ടത്? IMCT ഞങ്ങൾക്ക് മനസ്സിലായത് 1 മാസത്തിനുള്ളിൽ അവരുടെ ടീം കേരളത്തിൽ കണ്ട ദുരന്തം മനസ്സിലാക്കി കേരളം ഉദ്ദേശിച്ച വിധത്തിൽ ഒരു ഡിസാസ്റ്റർ ഓഫ് സീവിയർ നാച്ചർ, അതിതീവ്രമായിട്ടുള്ള ദുരന്ത പട്ടികയിൽ പെട്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കിയ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, കേന്ദ്ര മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്കന്ന് മനസ്സിലായത്. ഹൈ ലെവൽ കമ്മിറ്റി കൂടാത്തതിനാൽ അടിയന്തര സ്വഭാവത്തോടെ പരിഗണിക്കേണ്ട ആ ശുപാർശ HLC കൂടുന്നത് വരെ 2 മാസക്കാലം IMCT നൽകിയിട്ടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കയ്യിൽ ഇരുന്നു. ഇനി ഹൈ ലെവൽ കമ്മിറ്റി യോഗം നടന്നതിന് ശേഷം സംസ്ഥാനത്ത് അയക്കുന്ന ഒരു കത്ത് തന്നെ ഡിസംബർ മാസം ആദ്യത്തിലാണ്. ആ കത്തിൽ അതിതീവ്ര ദുരന്തമാണോ എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തില്ല. നോക്കൂ, IMCT 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് 2 മാസക്കാലം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കസ്റ്റഡിയിലിരുന്നു. അതിനുശേഷം HLC കൂടാനുള്ള മഹാനുഭാവത്വം ഗവൺമെന്റിനുണ്ടായി. എന്നാൽ അത് കൂടിയാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നറിയിക്കണ്ടേ? ഇപ്പൊ ഇന്നലെയാണ് നമ്മൾ 28 വീണ്ടും കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ
ഞങ്ങളിതാ സിവിയർ നേച്ചറായി പെടുത്തിയിട്ടുണ്ട് എന്ന് 5 മാസത്തിന് ശേഷം തുടർച്ചയായി കേരളം നടത്തിയിട്ടുള്ളൊരു ആവശ്യം അംഗീകരിക്കാൻ ഉള്ള സ്ഥിതി ഉണ്ടായത്. നമുക്ക് ഇതൊരു 2 മാസത്തിനുള്ളിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗുണമുണ്ടായേനെ. IMCTയുടെ സംഘം ഓഗസ്റ്റ് 9, 10, 11 തീയതികളിൽ പരിശോധന പൂർത്തിയാക്കി തിരിച്ചുപോയി. ഓഗസ്റ്റ് 17-ാം തീയതി കേരളം അതിന്റെ നഷ്ടത്തെ സംബന്ധിച്ച് ആദ്യ മെമ്മോറാണ്ടം കൊടുത്ത് ആ ഘട്ടത്തിൽ ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകം വിശദീകരിച്ച് ആഗസ്റ്റ് മാസത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വീണ്ടും കണ്ട് അങ്ങ് ചൂരൽമലയിൽ സന്ദർശിച്ച വേളയിൽ ആവശ്യപ്പെട്ട മെമ്മോറാണ്ടം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും അതിന്റെ ഒരു കത്തുകൂടി ഇതാ എന്നും പറഞ്ഞുകൊണ്ട് സമർപ്പിച്ച ഘട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 2 മാസം എടുത്തോട്ടെ, 2 മാസത്തിനുള്ളിലെങ്കിലും അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഗുണമായേനെ. UN സ്ഥാപനങ്ങൾ, NGOകൾ അവരുടെ കയ്യിൽ നിന്നുള്ള അധിക സാമൂഹിക സഹായം നമുക്ക് കിട്ടാൻ ഉപയുക്തമായേനെ. പക്ഷേ ഇപ്പം 5 മാസക്കാലം കഴിഞ്ഞു, ഇനിയും നമ്മളതിന്റെ പരിശ്രമം തുടരും. പക്ഷെ 5 മാസക്കാലത്തിനിടയിൽ രാജ്യത്തെ പലയിടങ്ങളിലും പല വിധത്തിലുള്ള ദുരന്തങ്ങളുണ്ടായി. അവരൊക്കെ ഈ ആവശ്യവുമായി സ്വാഭാവികമായിട്ടും അത്തരം ഏജൻസികളെ സമീപിക്കും. ഉണ്ടായി ഉടനെ തന്നെ കിട്ടിയിരുന്നെങ്കിൽ നമ്മളാകുമായിരുന്നേനെ ആദ്യം ഇക്കാര്യം കാണിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുക. കേരളത്തിന് ചില ആശയങ്ങൾ ഇനിയുമുണ്ട്. ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ഫ്ലക്സി ഫണ്ടുകളുണ്ട്. അതായത് കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ 25% ദുരന്ത നിവാരണത്തിന് വിനിയോഗിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പരിശോധിക്കുകയും കേന്ദ്ര ഗവൺമെന്റിനോട് അക്കാര്യം പറയുകയും ചെയ്യും. സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റന്റ് ടു ദ സ്റ്റേറ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ഇക്കാര്യത്തിൽ കേരളത്തിന് ലഭിക്കുന്ന തുകയുടെ 50% ദുരന്ത മേഖലയിലെ പുനർനിർമ്മാണത്തിന് വേണമെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു കനിവ് കാണിച്ചാൽ ഇടപെടാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ രാജ്യത്തെ MP-മാരോട് ഇവിടുത്തെ പുനർനിർമ്മാണ പ്രക്രിയയിൽ അവരുടെ സഹായങ്ങൾ ലഭ്യമാകണം എന്നാവശ്യപ്പെടാൻ കഴിയും. ഇക്കാര്യങ്ങളിലൊക്കെ 5 മാസത്തിന് ശേഷമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കത്ത് ഔപചാരികമായി കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് 154 ദിവസം പിന്നിടുന്ന ഘട്ടത്തിലാണ് കിട്ടിയതെങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകും. കോടതിയും ഗവൺമെന്റും നിരന്തരമായി ആവശ്യപ്പെട്ടപ്പോൾ സ്റ്റേറ്റ് ഹൈലെവൽ കമ്മിറ്റി കൂടിയിട്ട് 153 കോടി രൂപ ഇവിടെയുള്ള റവന്യൂ മന്ത്രി K. രാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കേന്ദ്രം അനുവദിച്ച അധിക സഹായത്തിൽ ആണ് മന്ത്രിയുടെ പ്രതികരണമുണ്ടായത്. അധിക സഹായം വൈകി, 2 മാസം മുൻപായിരുന്നെങ്കിൽ കൂടുതൽ ഗുണമുണ്ടായിരുന്നേനെ. 3 കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണ് അംഗീകരിച്ചത് തുടങ്ങിയ പ്രതികരണമാണ് മന്ത്രി K. രാജൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. കണ്ണു തുറക്കുകയും കൈകാലുകൾ അനക്കിയെന്നും ഉമാ തോമസിനെ കണ്ട ശേഷം മകൻ പ്രതികരിച്ചു. രാവിലെ 10 മണിക്ക് ചേരുന്ന മെഡിക്കൽ ബോർഡ് യോഗം സാഹചര്യം വിലയിരുത്തും. അതേസമയം കലൂർ സ്റ്റേഡിയത്തിൽ വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായതായെന്നാണ് പോലീസ്, ഫയർഫോഴ്സ്, പൊതുമരാമത്ത് വിഭാഗങ്ങളുടെ സംയുക്ത പരിശോധന റിപ്പോർട്ടിൽ വരുന്നത്. സ്റ്റേജ് നിർമ്മിച്ചത് അപകടകരമായെന്നും അധികമായി നിർമ്മിച്ച ഭാഗത്തിന് വേണ്ട ഉറപ്പ് ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ദുർബല വകുപ്പുകളിട്ട് പോലീസ് കേസെടുത്തെന്ന് ആരോപിച്ച് UDF DGPക്ക് പരാതി നൽകി. കേസിൽ നടൻ സിജോയ് വർഗീസ് അടക്കമുള്ളവരുടെ മൊഴിയെടുക്കും. ദിവ്യ ഉണ്ണിയുടെ മൊഴിയെടുക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. നവമി ദിനേശ് ചേരും കൂടുതൽ വിവരങ്ങളുമായി. നവമി, ഏറെ ആശ്വാസമുള്ള കാര്യം എന്ന് പറയുന്നത് രാവിലെ തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടി ഒരു വാർത്ത വരികയാണ് കൊച്ചിയിൽ നിന്നും. ഉമാ തോമസ് കണ്ണു തുറന്നു, ആരോഗ്യ നിലയിൽ പുരോഗതിയുണ്ടെന്നുള്ള വാർത്ത ഏറെ ആശ്വാസം നൽകുന്നതാണ്. എന്താണ് നിലവിലെ സാഹചര്യം? മെഡിക്കൽ ബുള്ളറ്റിൻ എപ്പോഴത്തേക്ക് വരും? എന്താണ് വിശദാംശങ്ങൾ നവമി? തീർച്ചയായും ഭവ്യ, ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും വരുന്ന വാർത്തകൾ നമുക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. ഉമാ തോമസ് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും മകൻ വെന്റിലേറ്ററിൽ എത്തി. അമ്മ ഉമാ തോമസ് MLA കണ്ടിരുന്നു. ഉമാ തോമസ് കണ്ണു തുറന്നു, കൈകാലുകളൊക്കെ അനക്കാൻ പറഞ്ഞപ്പോൾ അനക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് തന്നെ വലിയൊരു ആശ്വാസത്തിൻ്റെ ഒരു വാർത്തയാണ് ആശുപത്രിയിൽ നിന്ന് വരുന്നത്. എന്തായാലും മെഡിക്കൽ ബോർഡിൻ്റെ യോഗം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. 9 മണിക്ക് തന്നെ യോഗം ആരംഭിച്ചു. 9:45
ഡോക്ടേഴ്സ് എന്തായാലും മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴെന്താണ് ഉമാ തോമസിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ്, ഇതിലുമായിട്ടുള്ള കൂടുതൽ വിവരം നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും കണ്ണു തുറന്ന് ഡോക്ടർമാർ പറയുന്നതിനൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു ആശ്വാസമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായി വെന്റിലേറ്ററിൽ തന്നെ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഉമാ തോമസ്. ഇന്ന് രാവിലെ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി, കണ്ണ് തുറന്നിട്ടുണ്ട്. താനെ തന്നെയാണ് കണ്ണ് തുറന്നത്. പിന്നീട് കൈകാലുകളൊക്കെ അനക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് വലിയൊരു സന്തോഷം നൽകുന്ന വാർത്ത കൂടിയാണ്. എന്തായാലും മെഡിക്കൽ ബോർഡ് യോഗം അവസാനിച്ച് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷമായിരിക്കും ഡോക്ടർമാർ പുതിയ വിവരങ്ങൾ, ആരോഗ്യ സംബന്ധമായിട്ടുള്ള പുതിയ വിവരങ്ങൾ അറിയിക്കുക. അതിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ആശുപത്രിക്ക് മുന്നിലാണ്, റിനൈ ആശുപത്രിക്ക് മുന്നിലാണ്. ഇവിടെയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോക്ടേഴ്സ് മാധ്യമങ്ങളെ കണ്ട് ഉമാ തോമസിന്റെ ഏറ്റവും പുതിയ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുക. ഭവ്യ. അതേസമയം നവമി, പ്രധാനപ്പെട്ട കാര്യം ഈ അന്വേഷണം, അത് ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു, അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു, പ്രത്യേകിച്ചും വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്ന സാഹചര്യമാണ്. വേണ്ട മുൻകരുതലുകൾ ഉണ്ടായിരുന്നില്ല എന്ന വാർത്ത വന്ന സാഹചര്യം, അഴിമതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, പണപ്പിരിവ് നടന്നു എന്ന് പറയുന്നു, അങ്ങനെ ആരോപണങ്ങൾ നിരവധിയാണ് ഓരോ ദിവസവും വരുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു നവമി? നമുക്കറിയാം, ഈ സംഭവം തുടങ്ങിയതിന് പിന്നാലെ തന്നെ ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് ഈ സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതുവരേക്കും വ്യക്തമാണ്. പോലീസിന്റെയും GCDന്റെ ഒക്കെ റിപ്പോർട്ട് പ്രകാരം അത് പുറത്തു വരികയും ചെയ്തു. എന്തായാലും ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ പോലീസിന്റെ അന്വേഷണം അത് തുടങ്ങിക്കഴിഞ്ഞു. പോലീസ് ഇതിനോടകം തന്നെ 3 പേരെയാണ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തത്. ഈ ജാമ്യത്തിൽ വിട്ടയച്ച നടപടിക്കെതിരെ UDF ഒരു പരാതി നൽകിയിട്ടുണ്ട് DGPക്ക്. അതായത് നിസ്സാര വകുപ്പുകൾ ചുമത്തി പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും IG-ക്ക് ഈ പരാതി കൈമാറുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ തൃക്കാക്കര മണ്ഡല കമ്മിറ്റിയാണ് ഈ പരാതിയുമായി DGPയെ സമീപിക്കുകയും ചെയ്തത്. മറ്റൊരു കാര്യം, ഇതിന്റെ ഒരു സംഘാടനത്തിലെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പോലീസ് ദിവ്യ ഉണ്ണിയെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം അവരായിരുന്നു ഈ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായി എത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സംഘാടനവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ, വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ആയിരിക്കും ദിവ്യ ഉണ്ണിയെ വിളിച്ചു വരുത്തുക. അതോടൊപ്പം തന്നെ നടൻ സിജോയ് വർഗീസിന്റെയും മൊഴിയെടുക്കും. സിജോയ് വർഗീസ് ഈ പരിപാടിയുടെ ഒരു PR ആയി ജോലി ചെയ്ത, ഈ പരിപാടിയുടെ ഒക്കെ മുഖ്യ പങ്കാളിയായി മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സിജോയ് വർഗീസ്, നടൻ കൂടിയാണ്. അപ്പോൾ സിജോയ് വർഗീസിനെയും ദിവ്യ ഉണ്ണിയുടെയും മൊഴിയെടുക്കാൻ ഉടൻ തന്നെ പോലീസ് വിളിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിജോയ് വർഗീസിന്റെ സാമ്പത്തികമായി എന്തെങ്കിലും ഇടപാട് ഇതിൽ നടത്തിയിട്ടുണ്ടോ, സാമ്പത്തിക ലാഭം എത്രത്തോളം കിട്ടി എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അങ്ങനെ പറയാൻ കാരണം ഈ രക്ഷിതാക്കളൊക്കെ വലിയ രീതിയിൽ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. വലിയൊരു സാമ്പത്തികം അവരുടെ കയ്യിൽ നിന്നും ഈ പരിപാടിയുടെ ഭാഗമായി വാങ്ങിച്ചെടുത്തു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇവർ വാഗ്ദാനം നൽകിയ സൗകര്യങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഇത് വലിയൊരു പണത്തട്ടിപ്പ് തന്നെ നടത്തിയെന്നൊക്കെ പല അതാണ് നവമി, അതായത് സംസ്ഥാന സർക്കാരിന്റെ പരിപാടി എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ച് ഇത്രയും ആളുകളെ ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ച ഒരു സുരക്ഷയുമില്ലാതെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രധാനമായും ബാക്കി നിൽക്കുന്നത്, അല്ലേ? തീർച്ചയായും ഭവ്യ, അത് തന്നെയാണ്. ഈ കോടികൾ ഓരോ രക്ഷിതാക്കളുടെ നിന്നും 3000 രൂപ 4000 രൂപ വീതം വാങ്ങുകയും പിന്നീട് ഇവരുടെ സ്റ്റേഡിയത്തിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ ബുക്ക് മൈ ഷോ വഴി മറ്റൊരു ടിക്കറ്റ് കൂടി എടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ആയിരക്കണക്കിന് രൂപയാണ് ഇവർ പറ്റിച്ചെടുത്തത്. ഇതെന്തിനാണ് ഇത്തരത്തിലൊരു ഈ ഒരു ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിക്കുന്നതിന് വേണ്ടി ഈ ഒരു പരിപാടി നടത്തിയതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും ഇതിലെ ചില ദുരൂഹതകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ആ ദുരൂഹതകൾ നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസിന്റെ അന്വേഷണം. ഇതിന്റെ ഭാഗമായാണ് സിജോയ് വർഗീസിനെയും ദിവ്യ ഉണ്ണിയെയും ചോദ്യം ചെയ്യാൻ വരും ദിവസങ്ങളിൽ വിളിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇവന്റ്, അവരായിരുന്നു ഇവന്റ് സംഘടിപ്പിച്ചിരുന്നത്. ഇവരിലെ CEO അടക്കമുള്ളവരെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുകയും കൂടുതൽ അറസ്റ്റുകൾ രേഖപ്പെടുത്തുവാനും ഒക്കെ സാധ്യതയുണ്ട്. കാരണം അത്രമാത്രം ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് അവിടെ നടന്നത്, വീഴ്ചകളാണ് അവിടെ സംഭവിച്ചതെന്നും ഇതിനോടകം തന്നെ കണ്ടെത്തുകയും ചെയ്തു. ഈ സ്റ്റേജിലെ
നിർമ്മാണത്തിലൊക്കെ വലിയ രീതിയിൽ പിഴവ് സംഭവിച്ചു. അത് തന്നെയാണ് ഈ ഉമാ തോമസിന്റെ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നൊക്കെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വളരെ വ്യക്തമാണ്. അതായത് ഈ അപകടത്തിലേക്ക് നയിച്ചത് അശ്രദ്ധമായി സ്റ്റേജ് കെട്ടിയതാണെന്ന് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ്, അതിൽ സംശയമില്ല. പക്ഷെ അപ്പോൾ പോലും ഈ ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ ഈ പണപ്പിരിവ് നടത്താനുള്ള ഒരു തട്ടിപ്പ് പരിപാടിയായിരുന്നു ഇതെന്നുള്ള സംശയമാണ് ഇപ്പോൾ നിലവിൽ ഉയരുന്നത് നവമി. അതേപോലെ തന്നെ ഈ മൃദംഗ വിഷൻ എന്ന കമ്പനിയുടെ ഇടപാടുകൾ സംശയത്തിലാക്കുന്നു. ഒപ്പം ഓസ്കാർ ഇവന്റ്സ് എന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഇടപാടുകൾ സംശയത്തിലാക്കുന്നു. ഇതൊക്കെ ഇനി അന്വേഷിക്കണമെങ്കിൽ പ്രധാനമായും പോലീസ് കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കേണ്ടതുണ്ടാകും അല്ലേ നോവി? തീർച്ചയായും ഭവ്യ, കാരണം ഈ മൃദംഗ വിഷൻ ഇതിനു മുൻപ് തന്നെ ഇത്തരത്തിലൊരു ഗിന്നസ് പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അത് ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു. അന്ന് ഇത്രയേറെ കുട്ടികൾ ഉണ്ടാകാതിരുന്നതിനാൽ പിന്നീട് അത് ഈ ഗിന്നസ് റെക്കോർഡ് നേടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കലൂരിൽ ഈ 12,000-ലധികം കുട്ടികളെ വെച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ എത്തിയിരുന്നത്. അതിനിടയിലാണ് ഇത്ര വലിയൊരു അപകടം ഉണ്ടാവുകയും അതിനുശേഷം ആ പരിപാടി അവിടെ പൂർത്തിയാകുകയും ഗിന്നസ് റെക്കോർഡ് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എന്തിനാണ് ഇത്രയും കുട്ടികളിൽ നിന്നൊക്കെ ഇത്ര വലിയ തുക തട്ടിയെടുത്ത്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്ര തുക ചിലവാക്കി ഇവരൊരു പരിപാടി സംഘടിപ്പിച്ചത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ. ഇതിൽ ഏതെങ്കിലും കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ അത് ഏത് വിധത്തിലാണ്? ഇതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. അതുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരും ദിവസങ്ങളിൽ ഈ സിജോയിനെ അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി മൊഴിയെടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നത്. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇവരുടെ ഒരു വീഴ്ച, ഈ ഒരു സംഘാടനത്തിലെ വീഴ്ച, ഈ സ്റ്റേജ് നിർമ്മാണത്തിലെ വീഴ്ചയുമായി ബന്ധപ്പെട്ട പരാതികളും എത്തുന്നത്. കൂടുതൽ പരാതികളുമായി രക്ഷിതാക്കൾ രംഗത്തെത്തിയാൽ തന്നെ പോലീസ് കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും എന്താണ് അവിടെ കൃത്യത്തിൽ സംഭവിച്ചത്? ഈ മൃദംഗ വിഷൻ ഈ ഒരു റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡിന് വേണ്ടി പരിപാടി സംഘടിപ്പിച്ചതിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? സാമ്പത്തിക തട്ടിപ്പ് ഇതിന് പിന്നിലുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഭവ്യ, അതാണ് സാഹചര്യം. നോമി ദിനേശാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ വേഗം മറ്റ് പ്രധാന വാർത്തയിലേക്ക് എത്താം ഒരിടവേളയ്ക്ക് ശേഷം. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ISROയുടെ സ്പേസ് ഡോക്കിംഗ് ദൗത്യം സ്പാഡെക്സ് വിജയകരമായി വിക്ഷേപിച്ചു. ചേസർ ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങൾ ഭ്രമണ പദ്ധതി. PSLV C-60 ശ്രീഹരിക്കോട്ടയിൽ നിന്നായിരുന്നു വിക്ഷേപം. ബഹിരാകാശത്ത് 2 ഉപഗ്രഹങ്ങളെയും കൂട്ടിച്ചേർക്കും. ദൗത്യം വിജയിച്ചാൽ സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള 4ാമത്തെ രാജ്യമാകും ഇന്ത്യ. That's a marvelous liftoff of PSLV C-60 SpaceX mission on the go. सभी तंत्र सामान्य निष्पादन करते हुए മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചു. കേന്ദ്ര സർക്കാർ ഇക്കാര്യം കേരളത്തെ അറിയിച്ചു. ദുരന്തത്തെ നേരിടാൻ പ്രത്യേക ധനസഹായം എന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ പ്രഖ്യാപനമില്ല. യമൻ പൗരനായ യുവാവ് കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കും. 1 മാസത്തിനകം ശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകി. കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുടെ കുടുംബവുമായും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും മാപ്പപേക്ഷയ്ക്കുള്ള ചർച്ചകൾ വഴിമുട്ടിയതോടെയാണ് ശിക്ഷ നടപ്പാക്കുന്നത്. 1 മാസത്തിനകം വധശിക്ഷ നടപ്പാക്കിയേക്കുമെന്നാണ് സൂചന. സ്ത്രീധന പീഡനത്തെ തുടർന്ന് മെഡിക്കൽ വിദ്യാർത്ഥിനി വിസ്മയ ജീവനൊടുക്കിയ കേസിലെ പ്രതി കിരൺ കുമാറിന് പരോൾ അനുവദിച്ചു. പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് ജയിൽ വകുപ്പ് പരോൾ അനുവദിച്ചത്. ആദ്യം നൽകിയ അപേക്ഷയിൽ പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടും കിരണിന് എതിരായിരുന്നു. എന്നാൽ രണ്ടാമത് നൽകിയ അപേക്ഷയിൽ പ്രൊബേഷൻ റിപ്പോർട്ട് അനുകൂലമായും പോലീസ് റിപ്പോർട്ട് പ്രതികൂലമായും വന്നു. പിന്നീട് ജയിൽ മേധാവി തിരികെ വാർത്തയിലേക്ക്. ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയവർ പങ്കെടുക്കും. തീർത്ഥാടനത്തിന്റെ ഭാഗമായി തീർത്ഥാടക ഘോഷയാത്ര നടന്നു. S അഭിലാഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വർക്കലയിൽ നിന്ന് അഭിലാഷ്, എന്തായാലും ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും അല്ലെ? എപ്പോഴത്തേക്കാണ് ഉദ്ഘാടനം? എന്താണ് വിശദാംശങ്ങൾ? ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ തീർത്ഥാടന ഘോഷയാത്രയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്.
പുലർച്ചെ 5 മണിയോടെ ശിവഗിരി ശാരദാമഠത്തിൽ നിന്നുമാണ് ഈ ഘോഷയാത്ര പുറപ്പെട്ടത്. വർക്കല ടൗണിൽ ചുറ്റി ഇപ്പോൾ ഒരു 9 മണിക്ക് ശേഷമാണ് ഈ മഹാസമാധിയിൽ ആ ഘോഷയാത്ര സമാപിച്ചത്. ആയിരക്കണക്കിന് ഗുരുഭക്തരാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തത്. 10 മണിക്കാണ് തീർത്ഥാടന മഹാസമ്മേളനം ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മന്ത്രി വി. വാസവൻ, വെള്ളാപ്പള്ളി നടേശൻ, യൂസഫ് അലി തുടങ്ങി നിരവധി പ്രമുഖർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ശിവഗിരിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. തുടർന്ന് ഇന്ന് 2 സമ്മേളനങ്ങൾ കൂടി നടക്കുന്നുണ്ട്. കൃഷി, കൈത്തൊഴിൽ, വ്യവസായം, ടൂറിസം സമ്മേളനവും ഈശ്വരഭക്തി സർവ്വമത സമ്മേളനവും ഇന്ന് നടക്കും. നാളെയാണ് ശിവഗിരി തീർത്ഥാടനം സമാപിക്കുന്നത്. മുൻ വർഷങ്ങളിൽ എന്ന പോലെ തന്നെ വർക്കലയിൽ പീതാംബരധാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആയിരക്കണക്കിന് ബുദ്ധഭക്തരാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വർക്കലയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ദിനരാത്രങ്ങൾ, അതായത് രാത്രിയോ പകലൊന്നോ ഭേദമില്ലാതെ ശിവഗിരിയും വർക്കലയും ഈ ഭാഗങ്ങളും എമ്പാടും ഒരു ഉത്സവ പ്രതീതിയിൽ തന്നെയാണ്. ന്യൂ ഇയർ ആഘോഷങ്ങൾ കൂടി നടക്കുന്ന ഈ സമയത്ത് വർക്കല ടൂറിസം മേഖലയിൽ ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾ വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പോലീസും ഈ ഭാഗത്ത് കർശനമായ സുരക്ഷയും ട്രാഫിക് ക്രമീകരണങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ച മഹാരാഷ്ട്ര ബിജെപി മന്ത്രി നിതീഷ് റാണയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ്. റാണ രാജിവെക്കണമെന്ന് മഹാരാഷ്ട്ര കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ റാണയെ അയോഗ്യനാക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. CPM നേതാവ് A. വിജയരാഘവന്റെയും റാണയുടെയും ശബ്ദം ഒന്നാണെന്നും വേണുഗോപാൽ പറഞ്ഞു. ഇന്നലെയാണ് പൂനെയിൽ നടന്ന യോഗത്തിൽ കേരളത്തിനെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയത്. നാഷണൽ ഡെസ്കിൽ നിന്നും R. കിരൺ ബാബു വിവരങ്ങളുമായി ഉടൻ ചേരും. എന്തായാലും അതിഗുരുതരമായ പ്രതികരണമാണ് BJP നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കേരളത്തെ മിനി പാകിസ്ഥാൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. BJP മന്ത്രി നിതീഷ് റാണയുടെ രാജി ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്. R. കിരൺ ബാബു ചേർന്നു വിവരങ്ങളുമായി. ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കാത്ത പ്രതികരണമാണ് BJP മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്, നിതീഷ് റാണയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്താണ് വിശദാംശങ്ങൾ? ഭവ്യ, മഹാരാഷ്ട്രയിലെ BJP മന്ത്രി നിതീഷ് റാണയുടെ ഭാഗത്തു നിന്നാണ് കേരളത്തിനെതിരെ അധിക്ഷേപകരമായ പരാമർശമുണ്ടായത്. കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്നും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ നിന്ന് ജയിക്കാൻ കാരണം കേരളം മിനി പാകിസ്ഥാൻ ആയതുകൊണ്ടാണെന്നും ഭീകര സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് ഇരുവരും ജയിച്ചതെന്നും 12,000-ഓളം ഹിന്ദു സ്ത്രീകളെ, മതപരിവർത്തനത്തിന് പോയ ഹിന്ദു സ്ത്രീകളെ കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകർ രക്ഷിച്ച് വീണ്ടും ഹിന്ദുമതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. സ്വാഭാവികമായും കേരളത്തെക്കുറിച്ച് ഏറ്റവും അധിക്ഷേപകരമായി പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് അതിരൂക്ഷമായ വിമർശനം ഉയർന്നിരിക്കുന്നത്. മഹാരാഷ്ട്ര കോൺഗ്രസ് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അദ്ദേഹത്തെ അയോഗ്യനാക്കണം, സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ആളുകളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ മതത്തിന്റെ പേരിൽ വേർതിരിച്ചു കാണുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രസ്താവന നടത്തുന്ന സത്യപ്രതിജ്ഞയ്ക്ക് ലംഘനമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അയോഗ്യനാക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന, കേരളത്തിൽ A. വിജയരാഘവന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനയുടെ ചുവട് പിടിച്ചാണ് A. വിജയരാഘവൻ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വിജയത്തിന് പിന്നിൽ മതമൗലികവാദ സംഘടനകളുടെ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ അവരുടെ കൂടി പിന്തുണയോടുകൂടിയാണ് വിജയിച്ചത് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഈ ആക്ഷേപത്തിന് അതിൻ്റെ ചുവട് പിടിച്ചാണ് BJP രണ്ടുപേർക്കും ഒരേ ശബ്ദമാണ് എന്നതുകൂടി A. വിജയരാഘവൻ്റെ പ്രസ്താവനയും നിതീഷ് റാണയുടെ പ്രസ്താവനയ്ക്കും ഒരേ ശബ്ദമാണ് എന്നതുകൂടി രമേശ് ചെന്നിത്തല ആക്ഷേപിക്കുന്നു. എന്തായാലും ഈ വിവാദം കൊടുമ്പിരി കൊള്ളുകയും വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ നിതീഷ് റാണ തന്നെ പ്രസ്താവന തിരുത്തിയെന്ന് പറയാൻ കഴിയില്ല. ന്യായീകരണവുമായി അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത്, അതുപോലെ സമാനമായ രംഗങ്ങളാണ് കേരളത്തിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്നത്. ആ വിഷയമാണ് ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങളാണ്, മതപരിവർത്തനം അടക്കമുള്ള വിഷയങ്ങളാണ് താൻ പരാമർശിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം. എന്തായാലും വിഷയം വലിയ വിവാദമായിട്ടുണ്ട്. കേരളത്തിനെതിരായ ഈ പ്രസ്താവന, അധിക്ഷേപ പരാമർശം, ഇതിനെതിരെ കോൺഗ്രസ് അതിശക്തമായ പ്രതിഷേധവും ഉയർത്തുന്നുണ്ട്. നിതീഷ് റാണയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. मिनी पाकिस्तानच आहे केरळ, म्हणूनच तो राहुल गांधी तिथे निवडून, आता त्यांची बहीण निवडून येते ना, सगळे अतिरेकीच त्याला मतदान करतात. खरंच आहे, विचारा, ते काय अतिरेकींना धरूनच ते लोक खासदार झालेले आहेत. म्हणून आपल्याला सांगतो, हे कार्यक्रमाचं जसं आमंत्रण
ലൈംഗികാതിക്രമ കേസുകളിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ സന്ദേശ് കാലിൽ ഇന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സന്ദർശനം നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലൈംഗിക പീഡന വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇതാദ്യമായാണ് മമതാ ബാനർജി സ്ഥലത്തെത്തുന്നത്. ആർ കിരൺ ബാബു ചേരുന്ന വിവരങ്ങളുമായി. കിരൺ, വിശദാംശങ്ങൾ. ലൈംഗികാതിക്രമ കേസുകളിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ സന്ദേശ് ഖാലിൽ ഇന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സന്ദർശനം നടത്തുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലൈംഗിക പീഡന വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇതാദ്യമായാണ് മമതാ ബാനർജി സ്ഥലത്തെത്തുന്നത്. ആർ കിരൺ ബാബു ചേരുന്നു വിവരങ്ങളുമായി. കിരൺ, വലിയ പ്രതിഷേധമുണ്ടാകും മമതാ ബാനർജിക്കെതിരെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ വൻ സുരക്ഷാ സന്നാഹമായിരിക്കുമല്ലേ? ഭവ്യ, സന്ദേശ് കാലി സംഭവം വലിയ വിവാദമാവുകയും വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്യുന്ന ഘട്ടത്തിലൊന്നും തന്നെ ഈ സ്ഥലം സന്ദർശിക്കാൻ മമതാ ബാനർജി തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല, തുടക്കഘട്ടത്തിൽ അവിടുത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ഇത് വലിയ വിവാദമായി ഉയരുകയും രാഷ്ട്രീയ പ്രതിഷേധത്തിനൊക്കെ കാരണമാവുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ ഈ സ്ഥലം സന്ദർശിക്കാൻ മമതാ ബാനർജി തയ്യാറായിരുന്നില്ല. പക്ഷേ രാഷ്ട്രീയമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നും മമതാ ബാനർജി ഇത് വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സന്ദേശ് കാലി സന്ദർശിക്കാൻ മമതാ ബാനർജി തയ്യാറായിരിക്കുകയാണ്. മമതാ ബാനർജി സന്ദേശ് കാലി സന്ദർശിക്കുന്നത് ഇത് പ്രമാണിച്ച് അവിടെ നിന്ന് വലിയ പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നൊക്കെ ഉയരാനുള്ള സാധ്യതയുണ്ട്. പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുവേന്ദ് അധികാരി അടക്കമുള്ളവരുടെ ഈ സ്ഥലം അടുത്ത ദിവസം സന്ദർശിക്കും എന്നുള്ള പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. എന്തായാലും അവിടെ വലിയ സുരക്ഷാ സന്നാഹങ്ങളുടെ നടുവിലാണ് ഇന്ന് മുഖ്യമന്ത്രി ഈ സ്ഥലം സന്ദർശിക്കുകയാണ്. ബലാത്സംഗം അടക്കമുള്ള പരാതികൾ ഉയരുകയും വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ തുടക്കഘട്ടത്തിൽ മമത ഒരു തരത്തിൽ മൗനം പാലിക്കുകയായിരുന്നു. പിന്നീടാണ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാനും അറസ്റ്റ് ചെയ്യാനും അടക്കം തയ്യാറായത്. എന്തായാലും ഇപ്പോൾ ആ സ്ഥലം സന്ദർശിക്കാനും വീണ്ടും മമതയ്ക്ക് ആ സ്ഥലത്ത് തൃണമൂലിന്റെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗവും ജനങ്ങളുടെ പ്രതിഷേധം അടക്കുന്നതിന്റെ ഭാഗം ഒക്കെ കൂടിയാണ് മമതാ ബാനർജി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ സ്ഥലം സന്ദർശിക്കുന്നത്. ആർ കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. യമൻ പൌരനായ യുവാവ് കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കും. 1 മാസത്തിനകം ശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകി. കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും മാപ്പപേക്ഷയ്ക്കുള്ള ചർച്ചകൾ വഴിമുട്ടിയതോടെയാണ് ശിക്ഷ നടപ്പാക്കുന്നത്. 1 മാസത്തിനകം വധശിക്ഷ നടപ്പാക്കുമെന്നാണ് സൂചന. 2017 യമൻ പൌരൻ തലാൽ അബ്ദു മഹദി കൊല്ലപ്പെട്ട കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. കേസിൽ വിചാരണ കോടതിയുടെ വിധി യമൻ സുപ്രീം കോടതി ശരിവച്ചിരുന്നു. പിന്നീട് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന ആവശ്യം തള്ളുകയും ചെയ്തു. യമനിലെ പരമോന്നത കോടതി വധശിക്ഷ ശരിവച്ചതോടെ തന്റെ ജീവൻ രക്ഷിക്കാൻ എത്രയും വേഗം ഇടപെടണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയ ജയിലിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സ്വന്തം കൈപ്പടയിൽ കത്തെഴുതിയിരുന്നു. പല രീതിയിലുള്ള ഇടപെടലുകളുണ്ടായിട്ടും എല്ലാ ശ്രമങ്ങളും വിഫലമാവുകയാണ്. കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുടെ കുടുംബവുമായും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും മാപ്പപേക്ഷയ്ക്കുള്ള ചർച്ചകൾ നടത്തിയെങ്കിലും അത് വഴിമുട്ടിയതോടെയാണ് യമൻ രാഷ്ട്രത്തലവൻ ശിക്ഷ നടപ്പാക്കാൻ അനുമതി നൽകിയത്. യമൻ പൌരന്റെ കുടുംബത്തെ നേരിൽ കണ്ട് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാൻ അമ്മ പ്രേമകുമാരി യമനിലെത്തിയിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യൻ എംബസി നിയോഗിച്ച അഭിഭാഷകൻ ചർച്ചകൾ ആരംഭിക്കാൻ 2ാം ഗഡുവായി $20,000 കൂടി ഏകദേശം 16.60 ലക്ഷം രൂപ ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ തുക കൈമാറിയാലേ ചർച്ചകൾ തുടങ്ങൂ എന്ന് അറിയിച്ചതോടെയാണ് മോചനശ്രമം നിലച്ചത്. ആദ്യ ഗഡുവായി $19,871 ചെക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വഴി കഴിഞ്ഞ ജൂലൈ 4 അഭിഭാഷകന് കൈമാറിയതാണ്. വിവിധ പ്രദേശങ്ങളിലെ ജനകീയ പിരിവ് വഴി ശേഖരിച്ചാണ് ആദ്യ ഗഡു തുക നൽകിയത്. ഈ തുക ഏത് രീതിയിലാണ് വിനിയോഗിച്ചതെന്നറിയാതെ അടുത്ത ഗഡു പിരിക്കാൻ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലിന് കഴിയാതെ പോയി. തലാലിന്റെ കുടുംബവും ഗോത്രത്തലവന്മാരും മാപ്പു നൽകാതെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകില്ല. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി കഴിഞ്ഞ 5 മാസമായി യമൻ തലസ്ഥാനമായ സനായിലുണ്ട്. സനായിലെ ഒരു ക്ലിനിക്കിൽ നഴ്സായിരുന്ന നിമിഷയും ഭർത്താവും 2014 കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുമായി പരിചയപ്പെടുന്നത്. 2015 നിമിഷയും തലാലും ചേർന്ന് അവിടെ ഒരു ക്ലിനിക്ക് ആരംഭിക്കുന്നു. ക്ലിനിക്ക് ലാഭത്തിലായതോടെയാണ് തലാലിന്റെ ഉപദ്രവം തുടങ്ങിയത്. നിമിഷ പോലും അറിയാതെ അയാൾ ക്ലിനിക്കിന്റെ ഷെയർ ഹോൾഡറായി. തന്റെ പേരുകൂടി ഉൾപ്പെടുത്തി മാസവരുമാനത്തിന്റെ പകുതി പണം കൈക്കലാക്കാൻ ശ്രമിച്ചു.
പിന്നീട് തന്റെ ഭർത്താവാണെന്ന് അയാൾ പലരോടും പറഞ്ഞു. ഇത് ചോദ്യം ചെയ്തത് മുതലാണ് തലാലുമായുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അയാൾ നിമിഷയെ ശാരീരികമായി ആക്രമിക്കാൻ തുടങ്ങി. സുഹൃത്തുക്കൾക്കൊപ്പം ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് 2017 ജൂലൈയിൽ മയക്കുമരുന്ന് കുത്തിവെച്ച് നിമിഷ തലാലിനെ കൊലപ്പെടുത്തുന്നത്. കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും തലാലിന്റെ കൈവശമുണ്ടായിരുന്ന പാസ്പോർട്ട് വീണ്ടെടുക്കുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് നിമിഷയുടെ വാദം. ന്യൂസ് 18 സന. സ്പാഡെക്സിലൂടെ ചരിത്രമെഴുതി ISRO 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുന്ന അതിസങ്കീർണ ഡോക്കിംഗ് പരീക്ഷണം ISRO വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ഇന്നലെ രാത്രി 9:58 വിക്ഷേപണം. ഉപഗ്രഹങ്ങൾ ജനുവരി 7 ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേരും. 2, 1, 0. Lift off normal. That's a marvelous liftoff of PSLV C-60 SpaceX mission on the go. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് അഥവാ സ്പാഡെക്സ് 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുന്ന അതിസങ്കീർണ ഡോക്കിംഗ് പരീക്ഷണം. ഇന്നലെ രാത്രി 9:58 2 പേടകങ്ങളെയും വഹിച്ച് PSLV C-60 വിക്ഷേപണ വാഹനം സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിജയകരമായി പറന്നുയർന്നു. ഭാവി ചാന്ദ്ര ദൌത്യങ്ങളിലും ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ നിർമ്മാണത്തിനും അനിവാര്യമായ സാങ്കേതികവിദ്യയായ ഡോക്കിങ്ങിന്റെ ചരിത്ര പരീക്ഷണമാണ് സ്പാഡെക്സ് ദൌത്യം. PSLV C-60 റോക്കറ്റ് വിക്ഷേപിക്കുന്ന 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ 470 കിലോമീറ്റർ ഉയരത്തിലുള്ള സർക്കുലർ ലോ എർത്ത് ഓർബിറ്റിൽ വെച്ച് കൂട്ടിച്ചേർക്കുകയാണ് ഇസ്രോയുടെ ലക്ഷ്യം. SpaceX B and SpaceX A satellites are separated. जी हाँ, और रेंज ऑपरेशन डायरेक्टर ने इसकी पुष्टि की. दोनों This is range operation director. B और SpaceX A दोनों को सफलतापूर्वक उद्दिष्ट कक्षा में अंतरिक्षित कर दिया गया है. Do continue to follow the social media handles of ISRO for the updates on the space handshake. Travel to almost a 20 kilometer distance away, and then the rendezvous and docking process will start, and we hope that the docking process can happen in another 1 week. The nominal time is going to be approximately 7th of January. So I am waiting for the panel deployment status. I think you have the status? Yes, sir. Yes. So I would like to say that the panels of the satellites have been deployed successfully. So congratulations to the entire team of the PSLV project who put the satellite in the right orbit. SDX-01, SDX-02 എന്നിങ്ങനെയാണ് ഈ ഉപഗ്രഹങ്ങളുടെ പേര്. ഓരോ ഉപഗ്രഹത്തിനും 220 കിലോഗ്രാം വീതമാണ് ഭാരം. ഒറ്റ വിക്ഷേപണത്തിന് ശേഷം വേർപെടുന്ന ഈ പേടകങ്ങൾ തമ്മിലുള്ള അകലം 5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ, 500 മീറ്റർ, 15 മീറ്റർ, 3 മീറ്റർ എന്നിങ്ങനെ പതിയെ കുറച്ചുകൊണ്ടുവന്നാണ് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുക. സ്പാഡെക്സ് ദൌത്യം 66 ദിവസം നീണ്ടുനിൽക്കും. 2 വർഷമാണ് ഉപഗ്രഹങ്ങളുടെ ആയുസ്. സ്പാഡെക്സ് പരീക്ഷണം വിജയകരമായി വിക്ഷേപിച്ചതോടെ ISRO പുതുചരിത്രമാണ് കുറിച്ചത്. ദൌത്യം പൂർണ്ണമായാൽ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതികവിദ്യയുള്ള 4ാമത്തെ മാത്രം രാജ്യമായി ഇന്ത്യ മാറും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഒരിടവേള. ഇടുക്കി കട്ടപ്പനയിൽ സഹകരണ സൊസൈറ്റിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകനെ അധിക്ഷേപിച്ച് MM മണി. സാബു തോമസിന് മാനസിക പ്രശ്നമുണ്ടായിരുന്നു, ചികിത്സ ചെയ്തിരുന്നോ എന്ന് പരിശോധിക്കണം. പാപഭാരം CPMന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കേണ്ട എന്നും പറയുന്നു. സാബുവിന്റെ മരണത്തിൽ VR സജിക്കോ CPMനോ പങ്കില്ല എന്നും കട്ടപ്പനയിലെ വിശദീകരണ യോഗത്തിൽ MM മണി പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. എനിക്ക് തോന്നിയിരിക്കുന്നതാണ്, മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ, വല്ല ചികിത്സയും ചെയ്തിരുന്നോ, അതിന് ഡോക്ടറെ സമീപിച്ചിരുന്നോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ പാവമാരെല്ലാം ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ച് ഞങ്ങളുടെ ബന്ധത്ത് കയറാൻ വന്നാൽ അതൊന്നും ഞങ്ങളുടെ അടുത്ത് ചിലവാകില്ല, ഞങ്ങൾ അതിൽ നിന്നും വഴങ്ങില്ല എന്ന കാര്യം അസന്നിഗ്ധമായി പറയാൻ ഞങ്ങളെ ഈ പാവമാരെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് ഏത് മാന്യനാണേലും ഏത് പുല്ലനാണേലും അതൊന്നും ഞങ്ങൾക്ക് ബാധകമാകില്ലെന്ന കാര്യം ഞാൻ വ്യക്തമാക്കാൻ ദിവസം വിനിയോഗിക്കുക. ഇതൊന്നും പറഞ്ഞ് ഞങ്ങളെ വരട്ടാൻ ആരും വരണ്ട. ഞങ്ങൾ അദ്ദേഹത്തെ
തിരികെ വാർത്തയിലേക്ക്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യപ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചത് രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം. മനുഷ്യാവകാശ കമ്മീഷന്റെ കത്ത് തെറ്റായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ താൽപര്യപ്രകാരം പരോൾ അനുവദിച്ചെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അടുത്തയാഴ്ച മുതൽ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം വിഷയമുന്നയിക്കും. ഡാൻ കുര്യൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, വിചിത്രമായൊരു നടപടിയാണ് ഇന്നലെ ജയിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കൊടിസുനിക്ക് ജാമ്യം അനുവദിച്ചതോടുകൂടി. പക്ഷേ ഇതുവരെ ഈ വിഷയത്തിൽ മിണ്ടിയിട്ടില്ല സംസ്ഥാന സർക്കാർ എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ നിയമസഭയിൽ അങ്ങനെ മിണ്ടാതിരിക്കാൻ സാധിക്കുമോ സർക്കാരിന്? അവിടെയെങ്കിലും മറുപടി പറയേണ്ടി വരില്ല. എന്താണ് പ്രതിപക്ഷത്തിന്റെ നീക്കം? വലിയ ആയുധമാക്കി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കുമല്ലേ പ്രതിപക്ഷം കരുനീക്കുന്നത്? ഭവ്യ, ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ജയിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിലേറ്റവും വിവാദമായി മാറുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ നൽകി എന്ന് പറയുന്ന കത്തിനെ മറയാക്കിക്കൊണ്ടാണ് ഈ 30 ദിവസത്തേക്ക് പരോൾ അനുവദിച്ചത് എന്നതാണ്. പക്ഷേ ഈ കത്തിൽ എടുത്തു പറയുന്ന കാര്യം ഈ കൃത്യമായി, അതായത് അന്തേവാസികൾക്ക് പരോൾ അനുവദിക്കുന്ന കാര്യത്തിൽ പ്രൊബേഷൻ റിപ്പോർട്ടിന്റെയോ അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ടിന്റെയോ അടിസ്ഥാനത്തിൽ സർക്കാരിനാണ് തീരുമാനമെടുക്കേണ്ടത്. അതിൽ സർക്കാരിന്റെ വിവേചനാധികാരമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് ഈ കത്തിൽ, ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരിക്കുന്ന കത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ പരാമർശിച്ചിരിക്കുന്നത്. പക്ഷേ മനുഷ്യാവകാശ കമ്മീഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരോൾ അനുവദിച്ചത് എന്ന തരത്തിൽ ഉള്ള പ്രചാരണം നടക്കുന്നത്. അതിൽ മനുഷ്യാവകാശ കമ്മീഷനും അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ 30 ദിവസത്തേക്ക് പരോൾ അനുവദിക്കാനിടയായ സാഹചര്യം തന്നെ വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട്. അതിനെതിരെയാണ് കെ രമയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായത്. ഈ 37ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയായിട്ടുള്ള ഒരാൾക്ക്, 2 കൊലപാതക കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാൾക്ക്, അത് കേരളത്തിലേറെ പ്രമാദമായ ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിലെ 3ാം പ്രതിക്ക് ഇങ്ങനെ പരോൾ അനുവദിച്ച് കൊടുത്തതിന്റെ മാനദണ്ഡം എന്താണ്? പോലീസ് റിപ്പോർട്ടിൽ കൃത്യമായി അതിനെതിരെ ഈ കൊടിസുനിക്കെതിരായ പരാമർശങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. പ്രൊബേഷൻ റിപ്പോർട്ടിലും അങ്ങനെ തന്നെ പരാമർശിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അതെല്ലാം മറികടന്നുകൊണ്ട് ജയിൽ മേധാവിക്ക് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞത് എന്നതിനെക്കുറിച്ചാണ് പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നത്. വിഷയം സഭയ്ക്കകത്തും പുറത്തും വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രചാരണായുധമാക്കി മാറ്റുന്നതിനുള്ള നീക്കം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. 15-ാം തീയതിയായിരിക്കും സഭാ സമ്മേളനം ആരംഭിക്കുകയെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ സഭയ്ക്കകത്തും സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ ഇത് ഗൗരവമുള്ള വിഷയമായി ഉന്നയിക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് നാളെ താനൂരിൽ തുടക്കമാകും. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും EN മോഹൻദാസ് മാറിയാൽ പകരമാരെന്ന ചർച്ച സജീവമാണ്. 2018 EN മോഹൻദാസ് CPM ജില്ലാ സെക്രട്ടറിയാകുന്നത്. 2021 തിരൂർ സമ്മേളനത്തിൽ വീണ്ടും തിരഞ്ഞെടുത്തു. 3 ടേം അനുവദിക്കാമെന്നിരിക്കെ പ്രായാധിക്യം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കണക്കിലെടുത്ത് EN മോഹൻദാസ് മാറാനാണ് സാധ്യത. പകരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ VP അനിൽ, E ജയൻ, ഷൌക്കത്ത് അലി, VP സഖറിയ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. ഒരുപക്ഷെ സമവായ സാധ്യത കണക്കിലെടുത്ത് EN മോഹൻദാസ് തന്നെ തുടരുകയും ചെയ്തേക്കാം. 3 ദിവസമായി നീണ്ടുനിൽക്കുന്ന സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ, BJPയുടെ വോട്ടിലുണ്ടാകുന്ന വർധനവ്, മുസ്ലിം രാഷ്ട്രീയത്തിന്റെ മാറുന്ന സ്വഭാവം തുടങ്ങിയവ വിശദമായ ചർച്ചയാകും. PV അൻവർ പുറത്തുപോയത് വെല്ലുവിളിയാകില്ല എന്ന് പാർട്ടി വിലയിരുത്തുമ്പോഴും അൻവർ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളും സ്വർണ്ണക്കടത്ത് വിവാദങ്ങളും സമ്മേളനത്തെ ചൂടുപിടിപ്പിക്കും. സ്വതന്ത്രന്മാരെ ഉപയോഗിച്ച് UDF മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്ന രീതി തുടരുക എന്നതാണ് മലപ്പുറത്തെ ഇടത് ശൈലി. അൻവർ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലും പക്ഷേ ഇതിനു മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. ഞങ്ങൾ പരീക്ഷിച്ച തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ കുറേ സ്വതന്ത്രന്മാരെ ഞങ്ങൾ മത്സരിപ്പിച്ചിട്ടുണ്ട്. ആ സ്വതന്ത്രന്മാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അവർക്കുള്ള ബന്ധവും അവരൊക്കെ പലരും രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരായിരുന്നു. ആ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അവരോടൊപ്പം വന്നവരും ഒക്കെ ചേർന്നതാണ്. അപ്പോൾ നല്ല മികവ്, നമുക്കൊരു മെച്ചം, രാഷ്ട്രീയ മികവുണ്ടായിട്ടുണ്ട്, മെച്ചമുണ്ടായിട്ടുണ്ട് സ്വതന്ത്രന്മാരെ പരീക്ഷിച്ചതിൽ. ആ പരീക്ഷണം ഇനിയും തുടരും. ഈ സ്വതന്ത്രന്മാരുടെ പരീക്ഷണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ വോട്ട്, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ വോട്ട് വർദ്ധിക്കുന്നതിൽ ഒരു ഘടകമായി മാറിയിട്ടുണ്ട്. പ്രതിനിധി സമ്മേളനം നാളെ പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. 18 ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് 332 തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും 38 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും. ന്യൂസ് 18 മലപ്പുറം.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തലസ്ഥാന നഗരിയിൽ അവസാനഘട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. 4-ാം തീയതി ആരംഭിക്കുന്ന കലോത്സവത്തിന്റെ വരവറിയിച്ച് സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര ഇന്ന് കാസർകോട് നിന്ന് പുറപ്പെടും. ബുധനാഴ്ച തിരുവനന്തപുരത്തെത്തും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായും അവലോകന യോഗങ്ങൾ പുരോഗമിക്കുന്നതായും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. 15,000-ഓളം കലാപ്രതിഭകൾ, 249 ഇനങ്ങൾ, 25-ലേറെ വേദികൾ. തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാൻ. മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 7,000 ചതുരശ്ര അടിയിൽ കൂറ്റൻ പന്തലാണ് ഒരുങ്ങുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അലുമിനിയം ജർമ്മൻ ഹാങ്ങർ ടെന്റ് പന്തലാണ് ഇത്തവണ ഉയരുന്നത്. അലുമിനിയം ചട്ടക്കൂടിൽ PVC കോട്ടിംഗ് ഉള്ള ഷീറ്റ് ഉപയോഗിച്ച് മേൽക്കൂര തീർക്കുന്നതാണ് ഈ പന്തൽ. 12,000 കസേരകൾ വരെ ഒരേ സമയം നിരത്താൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരണങ്ങളെന്നും സംഘാടകർ അറിയിച്ചു. ഗതാഗത ക്രമീകരണങ്ങളുടെ ഭാഗമായി KSRTC ബസ് സ്റ്റാൻഡിൽ പ്രത്യേക കൗണ്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. വാഹനങ്ങളുടെ പ്രവേശനം പാസ് വഴി നിയന്ത്രിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മൈതാനത്തിനകത്ത് വാഹനങ്ങൾ കയറുന്നത് പാസിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമായിട്ടുണ്ടായിരിക്കും കയറ്റിവിടുന്നത്. 2025 ജനുവരി മാസം 1-ാം തീയതി 4 മണിക്ക് ഇതിന്റെ ഈ ഹാളിന്റെ പണി പൂർത്തീകരിച്ച് പ്രധാന വേദിയുടെ പണി പൂർത്തീകരിച്ച് സംഘാടക സമിതിയെ ഏൽപ്പിക്കുമെന്നാണ് ഇതിന്റെ കരാറുകാരൻ പറഞ്ഞിരിക്കുന്നത്. പാർക്കിംഗ് ഗ്രൗണ്ടുകൾ കോർപ്പറേഷൻ സഹായത്തോടെ കൂടുതലായി കണ്ടെത്തും. വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യങ്ങളടക്കം ഉറപ്പുവരുത്തിയതായും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. പബ്ലിസിറ്റിക്ക് കോടതി ഉത്തരവ് കാരണം നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. കലോത്സവ കിരീട ഘോഷയാത്രയ്ക്ക് തിരുവനന്തപുരം ജില്ലാ അതിർത്തിയിലും നഗര അതിർത്തിയിലും 1-ാം തീയതി സ്വീകരണമൊരുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. MT വാസുദേവൻ നായർക്ക് സംസ്ഥാന സർക്കാർ ഇന്ന് ആദരമർപ്പിക്കും. ടാഗോർ തിയേറ്ററിൽ വൈകിട്ട് 3-ന് സാംസ്കാരിക വകുപ്പ് നടത്തുന്ന അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരും MPമാരും എഴുത്തുകാരും ചലച്ചിത്ര പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും. പട്ടാമ്പിയിൽ MT അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. പട്ടാമ്പി നഗരസഭയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും അടക്കം നിരവധി പേർ പങ്കെടുത്തു. പുതുവർഷത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയരാൻ സജ്ജമായി എയർ കേരള സർവീസ്. 2025 മെയ് മാസത്തിൽ സർവീസ് ആരംഭിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ കിയാലും എയർ കേരളയും ഒപ്പുവെച്ചു. തുടക്കത്തിൽ ആഭ്യന്തര സർവീസുകളായിരിക്കും ആരംഭിക്കുന്നത്. കുറഞ്ഞ ചിലവിൽ വിമാനയാത്ര സാധ്യമാക്കുക എന്ന ലക്ഷ്യവുമായാണ് എയർ കേരള സർവീസ് ആരംഭിക്കുന്നത്. വടക്കൻ കേരളത്തിലെ ടൂറിസം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തും വിധമായിരിക്കും കണ്ണൂരിൽ നിന്നുള്ള സർവീസുകൾ. ആദ്യഘട്ടത്തിൽ ATR വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര സർവീസുകൾ ആരംഭിക്കും. പിന്നീട് സിംഗിൾ അയൽജെറ്റ് വിമാനങ്ങൾ ഉപയോഗിച്ച് അന്താരാഷ്ട്ര സർവീസുകളും ആരംഭിക്കാനാണ് പദ്ധതി. ഇന്റർനാഷണൽ ഓപ്പറേഷൻ വരുമ്പോഴേക്ക് 20 എയർക്രാഫ്റ്റ് എങ്കിലും വേണം. അത് ATR നിർബന്ധമില്ല, പക്ഷേ 20 എയർക്രാഫ്റ്റ് എന്നുള്ളതിലേക്ക് ഞങ്ങൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. ബിഗിനിങ്ങിൽ ATR കൊണ്ടാണ്, അത് ഗ്രാജുവലി ഞങ്ങൾ എന്ത് ചെയ്യും, പിന്നെ അത് നാനോ ബോഡിയിലേക്ക് മൂവ് ചെയ്യും. ഒരു 15 എബോവിലേക്ക് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ നാനോ ബോഡിയിലേക്ക് വന്ന് കാരണം ലോങ്ങസ്റ്റ് റൂട്ട് എടുക്കാൻ. ധാരണാപത്രത്തിൽ എയർ കേരള CEO ഹരീഷ് കുട്ടിയും കിയാൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അശ്വിനി കുമാറും ഒപ്പുവെച്ചു. വാർത്താ സമ്മേളനത്തിൽ എയർ കേരള ചെയർമാൻ അഫി അഹമ്മദും കിയാൽ MD C ദിനേഷ് കുമാറും ധാരണാപത്രം പരസ്പരം കൈമാറി. എയർ കേരള സർവീസ് ആരംഭിക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകും. ന്യൂസ് 18 കണ്ണൂർ. 38 ടീമുകൾ മാറ്റുരച്ച സന്തോഷ് ട്രോഫിയുടെ 78ാം എഡിഷന്റെ കലാശപ്പോരിൽ പശ്ചിമ ബംഗാളും കേരളവും ഇന്ന് ഏറ്റുമുട്ടും. രാത്രി 7:30 ഹൈദരാബാദിലെ GMC ബാലയോഗി അത്ലറ്റിക്സ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം. ഇന്ത്യൻ ഫുട്ബോളിന്റെ കളിത്തോട്ടിൽ എന്ന് വിളിക്കപ്പെടുന്ന പശ്ചിമ ബംഗാൾ തങ്ങളുടെ 47ാം ഫൈനലിലാണ് കച്ചമുറുക്കുന്നത്. 32 തവണ സന്തോഷ് ട്രോഫി നേടിയ പശ്ചിമ ബംഗാളിന് ടൂർണമെന്റിൽ സമാനതകളില്ലാത്ത റെക്കോർഡാണ് ഉള്ളത്. മറുവശത്ത് കേരളമാകട്ടെ 7 തവണ കിരീടം നേടിയിട്ടുമുണ്ട്. പൂർണ്ണമാവുന്നു വാർത്താരംഭം. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം ന്യൂസ് ട്രെൻഡ്സ്. KP അഭിലാഷത്തും. നമസ്കാരം. ഇടുക്കി കട്ടപ്പനയിൽ സഹകരണ സൊസൈറ്റിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകനെ അധിക്ഷേപിച്ച് MM മണി. സാബു തോമസിന് മാനസിക പ്രശ്നമുണ്ടായിരുന്നു, ചികിത്സ ചെയ്തിരുന്നോ എന്ന് പരിശോധിക്കണം. പാപഭാരം CPMന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കേണ്ട എന്നും പറയുന്നു. സാബുവിന്റെ മരണത്തിൽ VR സജിക്കോ CPMനോ പങ്കില്ല എന്നും കട്ടപ്പനയിലെ വിശദീകരണ യോഗത്തിൽ MM മണി പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. എനിക്ക് തോന്നിയിരിക്കുന്നതാണ്
മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ, വല്ല ചികിത്സയും ചെയ്തിരുന്നോ, അതിന് ഡോക്ടറെ സമീപിച്ചിരുന്നോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ പാവമാരെല്ലാം ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ച് ഞങ്ങളുടെ ബെങ്കറ്റ് കയറാൻ വന്നാൽ അതൊന്നും ഞങ്ങളുടെ അടുത്ത് ചിലവാകില്ല, ഞങ്ങൾ അതിൽ നിന്നും വഴങ്ങില്ല എന്ന കാര്യം അസംയുക്തമായി പറയാൻ ഞങ്ങളെ ഈ പാവമാരെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് ഏത് മാന്യനാണേലും ഏത് പുല്ലനാണേലും അതൊന്നും ഞങ്ങൾക്ക് ബാധകമാകും.